നമസ്കാരം സർ. പിന്നെ സർ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ, അത് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ ചർച്ച ചെയ്തല്ലോ. അവരുടെ സ്വഭാവ രൂപീകരണത്തെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്, ഇനി അവരുടെ പാർട്ടിയിൽ ആരും മദ്യം ഒരു തുള്ളി പോലും തൊടില്ല. പ്രത്യേകിച്ച് താനും തന്റെ കൂടെയുള്ള നേതാക്കളും ആരും ഒരു തുള്ളി പോലും ഇതുവരെ തൊട്ടിട്ടില്ല. ഇനി ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നാണ്. എങ്ങനെയാണ് MV ഗോവിന്ദന്റെ ഈ ഒരു പ്രസ്താവനയെ നോക്കിക്കാണുന്നത്? ഒരു കൈകഴുകൽ മാത്രമാണ്. ഇതൊരു ആവേശ ഉത്സാഹ കമ്മിറ്റി പ്രസ്താവന പോലെയാണ് കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിളാണ്. ഇത് അത്ര സിമ്പിളാണോ? നെഞ്ചി കൈവച്ചുകൊണ്ട് ഗോവിന്ദ മാഷിന് പറയാൻ പറ്റുമോ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ ആരും മദ്യപിക്കില്ലെന്ന്? ഇങ്ങനെ ചുമ്മാ പറയാം. അത് തെറ്റാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എനിക്കറിയാവുന്ന വളരെ അടുത്ത, നമ്മൾ പറയണ ശരിയല്ലെങ്കിൽ പോലും അങ്ങനല്ല, എനിക്കറിയാവുന്ന എല്ലാ പാർട്ടിയിലും മദ്യപിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് ഒരു യുക്തി ഉണ്ടോ? ഒരുപക്ഷെ ഇപ്പം നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും ലഹരിയുടെ പുറത്തും ഈ അക്രമങ്ങൾ ഉണ്ടായതുകൊണ്ടും നിയമസഭാ ചർച്ചയിൽ ഒരു പ്രത്യേക സെഷൻ ഉണ്ടായതുകൊണ്ടും അദ്ദേഹം പറഞ്ഞതായിരിക്കാം എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ആവേശ കമ്മിറ്റി സംവിധാനമല്ലേ എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് ഈ മദ്യം ഇത്ര പ്രശ്നമുള്ളതാണെന്ന് ഉറപ്പാണെങ്കിൽ എന്തിനാണ് സർക്കാർ ബെവ്കോ വഴി ജനങ്ങളെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഷോപ്പുകൾ തുറന്ന് കൂടുതൽ സംവിധാനങ്ങൾ തുറന്ന് എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അതൊരു വലിയ മേജറായിട്ടുള്ള പ്രശ്നമല്ലേ? ഇനി അദ്ദേഹം പറയുകയാണ് അടുത്തൊരു വലിയ പ്രശ്നം. അദ്ദേഹം പറയുകയാണ് ഇനി തുടങ്ങി മദ്യം ഉപയോഗിക്കുന്ന പാർട്ടി പ്രവർത്തകരെ, ഇത് നല്ല കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്, പക്ഷെ അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. ഇനി പാർട്ടിയിലെ ആരെങ്കിലും ഇത് ഉപയോഗിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ലഹരി ഉപയോഗിക്കാതിരിക്കാൻ സാധ്യമല്ല. മണക്കുന്ന ലഹരി അടിച്ചാലേ ഗോവിന്ദ മാഷ് തിരിച്ചറിയുള്ളൂ, പിടിക്കുകയുള്ളൂ. ഞാൻ മണക്കാത്ത സിന്തറ്റിക് ലഹരിയിലോട്ട് പോയാലോ, ഡ്രഗ്സിലോട്ട് പോയാലോ, അത് പാർട്ടി പ്രവർത്തകർ ഡ്രഗ്സിലോട്ട് പോകാനുള്ള ഒരു കാരണമാകൂലേ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ. അടുത്തൊരു കാര്യം, 1996 നമ്മുടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി അദ്ദേഹം ചാരായ നിരോധനം കൊണ്ടുവന്നു. അന്ന് ചാരായ നിരോധനം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിനെ ഏറ്റവും അധികം എതിർത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് CPM ആണ്. അതിനുശേഷം 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വലിയ ഒരു മദ്യവിരുദ്ധ സങ്കല്പം കൊണ്ടുവന്നു. എന്തായിരുന്നത്? ആദ്യം 5 സ്റ്റാറിൽ ഒഴിച്ചുള്ള എല്ലാ ബാറുകളും പൂട്ടി. ഓർമ്മയുണ്ടോ? വലിയൊരു ചരിത്ര സംഭവമാണത്, ആളുകളെ ഞെട്ടിച്ച ഒരു സംഭവം. എന്നിട്ട് ഒരു കാര്യം കൂടെ പ്രഖ്യാപിച്ചു, അടുത്ത 10 വർഷം കൊണ്ട് കേരളത്തിൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കും. അതിന്റെ ഭാഗമായി ഓരോ വർഷവും 10% ബാറുകൾ നിർത്തലാക്കും. ഇതാണ് അന്ന് പറഞ്ഞ സംഭവം. അന്നും CPM ഇതിനെ എതിർത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന 2 മദ്യവിരുദ്ധ നയങ്ങളെയും പൂർണ്ണമായും എതിർത്താണ്. എനിക്കിപ്പോഴും ആ കഴിഞ്ഞ തവണത്തെ CPM-ന്റെ ഇലക്ഷനിൽ നമ്മുടെ ലളിത ചേച്ചിയുടെ ഈ മദ്യവിരോധന പരസ്യം, അല്ലെ, മദ്യവിരുദ്ധ പരസ്യം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് വളരെയധികം ഓടിയതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവർ അധികാരത്തിൽ വന്നപ്പോൾ ഈ കോൺഗ്രസിന്റെ ഇതെല്ലാം റിവേഴ്സ് ചെയ്തു. മാത്രമല്ല ബെവ്കോ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കൊണ്ടുവന്ന പോളിസി അതിനെ കംപ്ലീറ്റ്ലി അവർ തിരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ധാരാളം മദ്യഷാപ്പുകൾ തുറന്നു. എന്റെ പറഞ്ഞ ന്യായം എന്താണ്? അതെന്തുകൊണ്ടാണ്? അതെ, റവന്യൂ ലോസ് ഉണ്ടാവും, വലിയ നികുതി നഷ്ടം കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, കേരളത്തിലെ ടൂറിസം കുറയുന്നു ഈ മദ്യം കിട്ടും. സത്യമാണത്, അതിനകത്ത് ഇല്ലെന്ന് ഞാൻ സത്യമല്ലെന്ന് പറയാം. ഞങ്ങളുടെയൊക്കെ കോൺഫറൻസുകൾ പലതും നടക്കാതെ പോയത്, ആ സമയത്ത് കേരളത്തിൽ നടക്കാതെ പോയത് ഈ വലിയ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ബിസിനസ് കുറയുന്നു. മാത്രമല്ല ഒരു വലിയ കട്ട ന്യായം കൂടെ പറഞ്ഞു, ഇല്ലീഗൽ, അതായത് സ്പ്യൂരിയസ് ലിക്കർ, അതായത് വ്യാജ മദ്യം ഒഴുകുന്നു. അങ്ങനെ ഈ 3 കാരണം പറഞ്ഞ റവന്യൂ ലോസ്, ടൂറിസം ഇല്ല, ബിസിനസ് ഇല്ല, ഇല്ലീഗൽ മദ്യം, അതായത് വ്യാജ മദ്യം ഒഴുകുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവരതിനെ റിവേഴ്സ് ചെയ്തത്. അപ്പോ ഇത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഒറ്റ സംശയത്രേ ഉള്ളൂ, ജനങ്ങൾക്ക് നല്ലതല്ല എന്ന് അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് നല്ലതല്ല എന്ന് പറയുന്ന മദ്യം
എന്തിനാണ് സാധാരണ ജനങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്? അതൊരു ചോദ്യമല്ലേ? അതിനകത്തൊരു വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട്. അതായത് CPM പറയുന്നു ഞങ്ങളുടെ പാർട്ടിക്കാരും അവര് മദ്യം നയം, അതായത് മദ്യം വിൽക്കാൻ അല്ലെങ്കിൽ മദ്യത്തിന്റെ വിൽപ്പന കുറയ്ക്കാൻ, സാധാരണ ജനങ്ങൾ മദ്യം ഉപയോഗിക്കാതിരിക്കാൻ എന്ത് പണിയാണ് ഇപ്പോഴത്തെ CPM ചെയ്യുന്നത്? ഇതിനകത്തൊരു വലിയ ഇരട്ടത്താപ്പില്ലേ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. സ്വന്തം പക്ഷേ പാർട്ടിക്കാരോട് സർക്കാർ അപ്പൊ അതൊരു ഓടുന്നത് മദ്യത്തിന്റെയും ലോട്ടറിയുടെയും മാത്രം വരുമാനത്തിലാണല്ലോ. പിന്നെ CPM-കാരോട് പറയണ്ടേ നിങ്ങളും കൂടെ കുടിച്ച് ഞങ്ങളുടെ വരുമാനം കൂട്ടിത്തരാൻ? അതെന്തുകൊണ്ടാ പറയണേ? അങ്ങനെ ഒരു പ്രശ്നമില്ലേ? അതായത് പാർട്ടിക്കാർക്ക് ഒരു പോളിസി, വിഷം സാധനം തുടരുതെന്ന് പറയുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു, സത്യമാണ് അവർ പറയുന്നത്. എന്നാ പിന്നെ എന്തുകൊണ്ട് ജനങ്ങളെ കുടിപ്പിക്കുന്നു? എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആ കോൺസെപ്റ്റ് റിവേഴ്സ് ചെയ്തു? ഇതിന് ഉത്തരം പറയാൻ അവര് ബാധ്യസ്ഥരാണ്, ഇല്ലേ? അതിനകത്തൊരു വലിയ ഇരട്ടത്താപ്പുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇപ്പോ കോൺഗ്രസ് പറഞ്ഞത് ഇത് ചുമ്മാ ഒരു ഹിപ്പോക്രസിയാണ്, പിന്നെ ഒരു ഫേസ് സേവിങ് പരിപാടിയാണെന്ന് BJP പറയുകയുണ്ടായി. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ഇവരുടെ പാർട്ടിയുടെ അടുത്ത ആളുകളായ CPI അടുത്ത കാലത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, നിങ്ങൾ കഴിക്കണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് കഴിച്ചോ, അലമ്പുണ്ടാക്കാതിരുന്നാ മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു ആവേശ കമ്മിറ്റി പ്രസ്താവനയായിപ്പോയി. അതായത് അദ്ദേഹം മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, ഇത്ര വാശി പിടിച്ച് പിന്നെ പാർട്ടി പ്രവർത്തകർ മദ്യപിക്കരുത്, അല്ലെങ്കിൽ മദ്യപിച്ച് പിടിച്ചാൽ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുമ്പോൾ അവര് ലഹരിയിലേക്ക് തിരിയാനുള്ള ഒരു വലിയ സാധ്യത എന്തുകൊണ്ട് ഗോവിന്ദൻ മാഷ് കാണാതെ പോകുന്നു? ഗോവിന്ദൻ മാഷിന് എന്താണ് ഇത്ര ഉറപ്പ്? ഈ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ മദ്യം നിരോധിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വ്യാജ മദ്യവും ഒളിച്ചുള്ള പരിപാടിയും ഡ്രഗ്സും കൂടി എന്നുള്ളത് ലോകത്ത്, ഇത് അമേരിക്കയിൽ പോലും 1920-കളിലും 30-കളിലും അമേരിക്കയിലും മദ്യം നിരോധിച്ചിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു ഇതേ പ്രശ്നം. അതായത് വ്യാജ മദ്യവും ഡ്രഗ്സും വലുതായി എന്നുള്ളതാണ്. അപ്പം പിന്നെ ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കേണ്ടത്, CPM പ്രവർത്തകരെ കാത്തിരിക്കുന്നത് ഈ MDMA-യും LSD-യും സ്റ്റാമ്പും കുഴപ്പം പിടിച്ച സാധനങ്ങളുമാണ്. അപ്പൊ അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ എന്തുകൊണ്ട് CPI പറഞ്ഞതുപോലത്തെ ഒരു നയം? ഇപ്പോ കോൺഗ്രസ്, ഓരോ പാർട്ടിക്കും ഓരോ നയമുണ്ട്. ഇപ്പൊ ഈ CPM-ന്റെ നയം പണ്ട് തുടങ്ങിയ മദ്യവിരുദ്ധം തന്നെയായിരുന്നു. കോൺഗ്രസിന് അത്ര സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഇല്ല. ഇപ്പൊ BJP RSS-ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു നയം ഉണ്ടെങ്കിലും BJP അങ്ങനെ ഒരു മദ്യവിരുദ്ധ നയം ഇല്ല. ഇങ്ങനെയാണ് ഓരോ നമ്മുടെ സ്ഥലങ്ങളിലും. അപ്പൊ അങ്ങനെ വ്യക്തമായുണ്ട്. അപ്പൊ ഇതൊരു ലോജിക്കലായിട്ടുള്ള ഒരു 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 കോൺസെപ്റ്റ് അല്ലേ പറയേണ്ടത്? അതുകൊണ്ടാണ് ഇതൊരു ആവേശ കമ്മിറ്റി കോൺസെപ്റ്റ് ആണെന്ന് പറയാൻ കാര്യം. മറ്റത്, ഈ മദ്യത്തോട് ഇത്ര വിരോധമാണെങ്കിൽ എനിക്ക് ഗോവിന്ദ മാഷോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, അതിനുള്ള ധൈര്യമുണ്ടോന്ന്. അതായത് ഞങ്ങൾ മദ്യത്തിനെതിരാണ്, മദ്യം കഴിക്കുന്നവരാരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് അത് പറയാനുള്ള തന്റെ ഇടം ഗോവിന്ദ മാഷിനുണ്ട്. അതായത് മദ്യം ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമല്ലോ, ഞങ്ങൾക്ക് വോട്ടും ചെയ്യേണ്ട, ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് മദ്യവിരുദ്ധമാണ്, ഇത് പറയാൻ ഗോവിന്ദ മാഷിന് ധൈര്യമുണ്ടോ? പോട്ടെ, ആരോഗ്യം പോട്ടെ. അപ്പൊ ഇതുകൊണ്ടാണ് ഇരട്ടത്താപ്പല്ലേ എന്ന് എല്ലാവരും ചോദിക്കാൻ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരെ ഉൾപ്പെടെ അമിത മദ്യം കഴിക്കുന്നതിൽ നിന്ന് വിലക്കണം. മദ്യം കഴിക്കുന്നതിന്റെ അപകടങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. മദ്യത്തിന് ഇത്ര വലിയ ഒരു അല്ലേ സർക്കാർ വിൽക്കരുത്. മദ്യം ഇത്ര വലിയ, അതായത് മര്യാദയ്ക്ക് കഴിച്ചാൽ അത്ര വലിയ പ്രശ്നം, ഇതാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഒളിച്ചും പാത്തും അടിക്കാതെ മര്യാദയ്ക്ക് സർക്കാർ വിൽക്കുന്ന സാധനം എന്റെ വ്യക്തിപരമായ, അതായത് ഡ്രഗ്സ് പ്രിവെന്റ് ചെയ്യാൻ, ഇല്ലസിറ്റ്, ഇത് ലോകമെമ്പാടും മനുഷ്യന്റെ സ്വഭാവം ലഹരിയോടുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പൊ അത് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ വിപത്തുകളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. അതേസമയം ഇതിന്റെ നല്ല സാധനം മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന പ്രൈസിൽ, അതൊരു പ്രശ്നമാണ്. ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ കിട്ടുന്ന, അല്ലെ കേരളത്തിൽ ഏറ്റവും അധികം ടാക്സ് കൊടുക്കുന്ന സംസ്ഥാനം, മദ്യത്തിന് ടാക്സ് കൊടുക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഇപ്പൊ നമ്മൾ ഡൽഹിയിലോ ആ എയർപോർട്ടിന് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ 4-1 വിലക്ക് കിട്ടും. പല സ്ഥലങ്ങളിലും കിട്ടും, ഗോവയിൽ കിട്ടും, പോണ്ടിച്ചേരി കിട്ടും, മാഹി കിട്ടും. അപ്പോ നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ഒരു കുപ്പി അവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവന് 10 വർഷം തടവാണ്, 1 വർഷം 1 ലക്ഷം രൂപ പിഴ. ഇതാണ് നിയമം. അപ്പോ ഞാൻ പറയുന്ന അത് എന്തുകൊണ്ടാണ് സാധാരണ എത്ര പേർക്ക് ഇവിടുത്തെ വിദേശ മദ്യം മേടിച്ച് കഴിക്കാൻ പറ്റും? ചാരായം നിരോധിച്ചിരിക്കുകയാണ്, എത്ര പേർക്ക് വിദേശ മദ്യം മേടിച്ച് കഴിക്കാൻ പറ്റും? ഇതുകൊണ്ടാണ് അവൻ ഡ്രഗ്സിൽ പോണത്. അപ്പൊ ഇതിനൊക്കെ ഒരു മര്യാദയ്ക്ക് അവനെ മദ്യം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് പിഴിയാതെ ഒരു മയത്തിൽ, അതേസമയം ഇതിന്റെ കുഴപ്പങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ബേസിക്കലി ഒരു ഡോക്ടർ എന്ന നിലയിൽ കൂടി ഇതിനകത്തൊരു അപകടമുണ്ട്.
ഒരു നിരോധനവും, അതിന് പാർട്ടിക്കാർക്കുള്ള നിരോധനമാണെങ്കിൽ പോലും നിലനിൽക്കാനുള്ള സാധ്യത ഇല്ല. വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഗോവിന്ദ മാഷിന്റെ ചങ്കി കൈവച്ച് പറയാൻ പറ്റുമോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ഇപ്പോ അകത്തുള്ള മെമ്പർമാരായിട്ടുള്ളവരാരും മദ്യം കഴിക്കുന്നില്ലെന്ന്? അഥവാ അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.